നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ആളിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കെ കരുണാകരൻ. നല്ല നർമ്മബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എല്ലാ പത്രങ്ങളും വായിക്കുന്ന കരുണാകരൻ ആദ്യം വായിക്കുന്ന പത്രം ദേശാഭിമാനിയായിരുന്നു. എന്തുകൊണ്ടാണ് ആദ്യം ദേശാഭിമാനി വായിക്കുന്നത്? ഒരു മാധ്യമപ്രവർത്തനം ഒരിക്കൽ കരുണാകരനോട് ഒരു സംശയം ചോദിച്ചു. കരുണാകരൻ റിപ്പോർട്ടറെ നോക്കി ഒരു കള്ളച്ചിരി ഇരിച്ചു. അദ്ദേഹം കണ്ണിക്കുള്ള ചിരിയുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നു, ദേശാഭിമാനി വായിക്കുമ്പോൾ മനസ്സിന് വലിയ പ്രയാസമാകും. ആദ്യം ദേശാഭിമാനി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലെ പ്രയാസമെല്ലാം പിന്നീട് മറ്റ് പത്രങ്ങൾ വായിക്കുമ്പോൾ തീരും. കാരണം ദേശാഭിമാനിയിലുള്ള കരുണാകരനെതിരെയുള്ള കടുത്ത വിമർശനമൊക്കെ ഉണ്ടാകുമല്ലോ. മറ്റൊരു സന്ദർഭത്തിൽ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയായ കല്യാണിയിൽ ലീഡറെ അനുയായിയായ ഇബ്രാഹിംകുട്ടി കല്ലാർ കുറച്ച് ദിവസം താമസിച്ചു. മുറിയുടെ നേരെ താഴെയാണ് ലീഡറുടെ പൂജാമുറി. പൂജാമുറിക്ക് മുകളിലൂടെ കാൽ ചവിട്ടി നടക്കുന്നുള്ള പ്രയാസം ഇബ്രാഹിംകുട്ടി ലീഡറോടൊന്ന് പറഞ്ഞു. ഉടനെ ലീഡർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താൻ മുകളിലൂടെ നടക്കുന്നതുകൊണ്ട് പ്രതിഷേധിച്ചിറങ്ങിപ്പോകുന്ന ദൈവങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടടോ. നല്ല നർമ്മബോധമുള്ളവർക്ക് വലിയ പ്രശ്നങ്ങൾ പോലും നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ കഴിയും. അദ്ദേഹം അങ്ങനെയായിരുന്നു. ഉദ്യോഗസ്ഥർ കീറാമുട്ടി പ്രശ്നങ്ങളുമായി എത്തുമ്പോൾ പോലും അതിവേഗം തീരുമാനങ്ങൾ എടുക്കാൻ കരുണാകരന് കഴിഞ്ഞിരുന്നു. അതീവ ടെൻഷനുള്ള സന്ദർഭങ്ങളിൽ പോലും അന്തരീക്ഷം ശാന്തമാക്കാൻ കരുണാകരൻ്റെ തമാശകൾക്ക് കഴിയുമായിരുന്നു. നർമ്മബോധത്തോടെ ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്ന ആളുകൾ ലാഘവത്തോട് മാത്രമേ ജീവിക്കൂ. എന്തായാലും അദ്ദേഹത്തെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം, സ്നേഹത്തോടെ ആലോചിക്കാം. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ പറയുന്ന പോലെ ഇത്രയധികം വിമർശനങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയ മറ്റൊരു നേതാവ് കാണത്തില്ല. പിണറായി വിജയന് 2ാം സ്ഥാനമേ കിട്ടൂ, 1ാം സ്ഥാനം അദ്ദേഹത്തിന് തന്നെയായിരുന്നു. കാര്യം മാധ്യമങ്ങൾ ഒരുപാട് നശിപ്പിച്ച ഒരു ലീഡറായിരുന്നു കെ കരുണാകരൻ.